ഹലോ, അസ്സലാമു അലൈക്കും. ഹെയറൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഗാർഡൻ വീഡിയോ ചെയ്തിരുന്നു അല്ലേ. അതിലൊരുപാട് ഇൻഡോർ പ്ലാന്റ്സും പിന്നെ അങ്ങനെ പലതരം പ്ലാന്റ്സുകൾ കണ്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സും കൂടി ഉണ്ട് കാണിക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ ഇന്നിവിടെ കാണിക്കട്ടോ. അപ്പോൾ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മേലെയാണ് കേട്ടോ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടും അങ്ങനെ അതിൻ്റെ ഒരുപാട് പ്ലാന്റ്സുകൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കൊന്ന് അവിടെ പോയി നോക്കാം. ഇവരെ ഗോഡൗൺ ആണ് കേട്ടോ. പലതരം തൈകളൊക്കെ അവർ മദർ പ്ലാന്റിൽ നിന്നും തൈകളാക്കി എടുക്കുന്ന ഈ ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ്. കണ്ടോ, ഇവിടെ നിറയെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മദർ പ്ലാന്റ്സുകളാണ് ഇവിടെ. കായൊക്കെ അവർ ഭംഗിക്ക് വേണ്ടി വെക്കുന്നതാണ്. ഇതൊക്കെ കേട് വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇത് പിന്നെ ഇതിനൊരു ചെറിയൊരു തൈയിൽ ഒരു കായ ഉണ്ടായതാണ്. പിന്നെതാ പിന്നെ കറ്റർവായൻ്റെ വലിയ 2 മദർ പ്ലാന്റ്സ് അവിടെ ഇന്ന് തൈ എടുത്തിട്ടാണ് അവർ വേറെ ചെറു തൈകൾ ഉണ്ടാക്കുന്നത്. കണ്ടതൊരു കള്ളിച്ചെടി പോലെ ഉണ്ട് അല്ലേ കാണാനായിട്ട്. ഇവിടെ മേലെ നിറയെ തന്നെയാണ് കേട്ടോ. ഇത് ബിൽഡിങ്ങിന്റെ പില്ലറിന്മേൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് മേലോട്ട് അവർ ഇത് വളർത്തിയെടുത്തത്. പിന്നെ അതേ കുറച്ച് ബാമ്പു ഇങ്ങനെ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതിന്റെ മേലെ കേട്ടോ ഉള്ളത്. മാവിന്റെ തൈകളുണ്ട്. പിന്നെ അതേ കുറച്ച് വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യുന്ന ചെടിയുണ്ട്. പിന്നെ പനിക്കൂർക്കുണ്ട് അവിടെ. നല്ല ഭംഗിയുണ്ടല്ലേ പുറത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ. നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് ഇതിൽ ഇതാ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ കുറച്ചുകൂടി ഉണ്ട്. അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. എവിടെ ഉണ്ട് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെറു തൈകൾ. ഈ ഡ്രാഗൺ ഫ്രൂട്ട് പോലെ പിന്നെ കൊറിയയിലായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഈ ഷോപ്പിൻ്റെ ഓണറെ പേരും ഫോൺ നമ്പറൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ താഴത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാവൽപ്പഴോ അങ്ങനെ എന്തോ ഒരു പഴമാണത്. ഇല്ല, റൂബ്ലിക്ക എന്ന് പറഞ്ഞ പഴമാണ്. ഇതൊക്കെ മാവ് തൈകളൊക്കെ ഉണ്ട്. ഒരു 350 റേറ്റിൽ തുടങ്ങിയിട്ടുണ്ട് മാവിൻ്റെ തൈകളൊക്കെ. നമ്മൾ ഇത് കുഴിച്ചിട്ട് ഒരു 3 വർഷം കൊണ്ട് 2.5-3 വർഷം കൊണ്ട് കായ ഉണ്ടാവും. കുറച്ച് ചിക്കുവിൻ്റെ തൈകളുണ്ട്. ഇതുപോലെ ചെടികളും ഇങ്ങനെ പ്ലാന്റ്സുകളെല്ലാം ഒരുമിച്ചാണ് കേട്ടോ വെച്ചത്. സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നമ്മൾ എടുത്ത് കാണിക്കുക. പല റേറ്റിലുള്ളതുണ്ട്. 2-3 മാസം മുന്നേ വന്നപ്പോൾ ഒരുപാട് തൈകളുണ്ടായിരുന്നു. റംബൂട്ടാനൊക്കെ നിറയെ കായ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്നാണ് എന്ത് ചെടികളാണെങ്കിലും ഇങ്ങനെ തൈകളാണെങ്കിലും ഒക്കെ വാങ്ങിക്കുന്നത്. വളപ്പൊടി അങ്ങനെ എല്ലാം വാങ്ങിക്കുന്നത് ഇവിടെ തന്നെയാണ്. മാംഗോസ്റ്റിയാണ്. മാവിൻ്റെ കുറച്ച് വലിയ തൈകളാണ്. ഇത് ഇവിടെ കുറച്ച് അമ്പയങ്ങ നല്ല മൂത്ത് പാകത്തിനായിട്ടുണ്ട്. ഇതൊന്നും അവരങ്ങനെ പറിക്കൂലൊക്കെ ഇങ്ങനെ കാഴ്ചക്ക് വേണ്ടി വെക്കുന്നതാണ്. ഇത് കുറച്ച് പിന്നെ ചതുരപ്പുളീൻ്റെ തൈകളാണ് കേട്ടോ. ഓർക്കാപ്പുളി അങ്ങനെ പലതും ഉണ്ട്. ഇതാ അത്തിപ്പഴം, ഇത് കടിച്ചക്കൻ്റെ തൈകളാണ്. ഇതിനൊക്കെ ഗുണങ്ങളേറെയാണല്ലോ ഇപ്പം എന്തൊക്കെ കാലം. കുറച്ച് പ്ലാവിൻ തൈകളാണ്. ഇത് പെട്ടെന്ന് കായ ഉണ്ടാവുന്ന ചക്ക ഉണ്ടാവുന്ന തൈകളാണ് കേട്ടോ. അത് 2.5 വർഷം കൊണ്ട് കായ ഉണ്ടാവുന്ന അവർ പറയുന്നത്. ഇവിടെ കുറച്ച് കിളികളൊക്കെ ഉണ്ട് കേട്ടോ.
ഇവിടെ വലിയൊരു റംബൂട്ടാൻ്റെ മരമുണ്ട്, അത് കാണിക്കുന്നത് നിറയെ കായ്കളായിരുന്നു 2-3 മാസം മുന്നേ. 2 മാസമൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അത് വലിയ മരമാണ്. ഞങ്ങളിവിടെ നിന്നായിട്ട് റംബൂട്ടാനെല്ലാം വാങ്ങിയത്. 3 വർഷം കൊണ്ട് കായ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഒരു 2.5 വർഷമായപ്പോഴേക്കും കായ ഉണ്ടായി. ഇപ്പോൾ 3 പ്രാവശ്യം ഞങ്ങൾ ഇന്ന് കായ പറിച്ചെടുത്ത്. നല്ല ടേസ്റ്റുള്ള റംബൂട്ടാൻ തന്നെയാണ്. നമുക്ക് ഉരുമെന്നൊക്കെ ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങനെ വിട്ട് കിട്ടുന്ന തരത്തിലുള്ള നല്ല മധുരമുള്ള റംബൂട്ടാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.